വേറെ ഒരു കറിയില്ലെങ്കിലും ദേ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, എത്ര ചോറ് വേണമെങ്കിലും ഞാൻ കഴിക്കും. അതും നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിയും കൂട്ടി അങ്ങ് കഴിച്ചാലുണ്ടല്ലോ, ഓ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനത് ഉണ്ടാക്കിയ റെസിപ്പി ഒന്ന് പറയാം. ആദ്യം ഞാനിവിടെ ഒരു 5 വറ്റൽമുളകാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ അത് എണ്ണയിലിട്ട് നന്നായിട്ട് ചൂടാക്കി നല്ല ക്രിസ്പി ആവുന്ന വരെ ചൂടാക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അതൊന്ന് ചൂടാക്കി മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പുളിയും കൂടി, വാളം പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണുള്ളൂ. അത് നന്നായിട്ട് സവാളയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും കുറച്ച് മല്ലിയിലയും ഒരു 2-3 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു പിഞ്ച് കായവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി എണ്ണയിലിട്ട് നന്നായിട്ട് ചൂടാക്കിയതെടുത്ത് മാറ്റി നമ്മളൊരു ചതയ്ക്കുന്ന കല്ലിലോട്ട് മാറ്റുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ചെറുള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. എനിക്ക് ചെറിയ ഉള്ളി കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് എടുത്തുവെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ കല്ലിലിട്ട് ഒന്ന് ചതച്ച് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് പേസ്റ്റ് ഉണ്ട്. മിക്സിയിലിട്ട് അരച്ചാൽ കുഴപ്പമില്ല, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ നോക്കിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഓ അടിപൊളി ചമ്മന്തിയായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ.